താങ്ക് യു. പാർവണ, ഓ, ആദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ചേച്ചിയുടെ മുമ്പിൽ ഇത് പാടിയപ്പോൾ എന്താണ് നിനക്ക് തോന്നിയത്? നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ ചേച്ചി, ഇനി ചേച്ചി പറ. പാർവണ, ഓ, പൊളിച്ചടക്കിയല്ലോ. താങ്ക് യു. പിന്നെ ഇവരെന്തൊക്കെയോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്ക് എന്താ അത്ര ചേച്ചി? ഇഷ്ടപ്പെട്ടില്ല അത്. എന്താ ഡിസ്കസ് ചെയ്തവര്? ഞാനും ഷാനും പറയായിരുന്നു, എവിടേക്കോ രമ്യയുടെ വോയിസ് പോലെ തന്നെ രമ്യ പാടുന്ന പോലെ തോന്നി. ഞാൻ പറഞ്ഞു നിനക്കൊരു എതിരാളി ഇറങ്ങിയിരിക്കുന്നു. മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ. ഷാൻ പറയായിരുന്നു, അതെ ഒരു പൊടിക്ക് നിന്നേക്കാൾ നല്ലതാണോ എന്ന് വരെ എനിക്ക് തോന്നി. സത്യമായിട്ട് മോളെ നന്നായി പാടിയാക്കി. അല്ല ബാക്കി അവൾ പറയട്ടെ. ഞാൻ അവൾ പറഞ്ഞു സമ്മതിക്കുന്നില്ല. ഒരു പടിക്ക് രമ്യേക്കാളും നന്നായിട്ട് പാടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞു അത് സംശയമല്ല. ഇവര് രണ്ടുപേരും എന്റെ അന്തകരായിട്ടാണോ ഇവിടെ സംശയമുണ്ട്. ഞാനാണെങ്കിൽ ദൂരെ ആയിപ്പോയി രമ്യ, സോറി. ഹരി എന്നെ നീ സപ്പോർട്ട് ചെയ്യില്ലടാ. സപ്പോർട്ട് ചെയ്യാടാ, ധൈര്യമായിട്ടിരിക്കും. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ പാട്ടിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആ ഇടയ്ക്കുള്ള ഒരു മൂവും കുറച്ചൊരു ആറ്റിറ്റ്യൂഡ് മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ ആറ്റിറ്റ്യൂഡ് മിക്സ് ചെയ്തിട്ടാണല്ലോ പാടിയിട്ടുള്ളൂ. പക്ഷെ മോള് അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഭയങ്കര ആ പാട്ടിന്റെ ആ ഒരു ഭാവമൊക്കെ ഉൾക്കൊണ്ട് നല്ല രസമായിട്ട് പാടി. സൂപ്പർ. താങ്ക് യു. ഓക്കെ, വാൻ ചേച്ചി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, കുറെ സ്ഥലത്ത് എനിക്ക് രമ്യയുടെ വോയിസ് പോലെ തന്നെ തോന്നി. നല്ല രസമുണ്ട്, നന്നായി പാടി. താങ്ക് യു മാം. ഷാനിക്ക. പറയണ ഓ, അടിപൊളിയായിരുന്നു താങ്ക് യു സർ. ശരിക്കും. ആ പാട്ട് ആക്ച്വലി രമ്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ്. അസാധ്യമായിട്ട് പാടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ തമാശയ്ക്ക് നമ്മൾ അങ്ങനെ പലതും പറയും, ഒരു പടിക്ക് ഇവിടെക്കാളും നന്നായിട്ട് പാടിയോ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയും. പക്ഷെ ഇത് വേറെ മൾട്ടി ടാലന്റഡ്, ഇത് വേറെ പ്രസ്ഥാനമാണ് ഇത്. പിന്നെ പറവണ ചെയ്ത ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ളൊരു മൂവ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേയൊക്കെ രമ്യയുടെ ടെക്സ്ചർ കൊണ്ടുവന്നു മധുകണങ്ങൾ നുകരുവാനായി ശലഭമേ നീ പോയോ. പാട്ടിൽ, സിംഗിങ്ങിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് വേറൊരു വോയിസിൽ കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് വർക്ക് ആയിട്ടില്ല. ഞാൻ ഭയങ്കര സൂതിങ് ആയിട്ടുള്ള വോയിസുള്ള കുട്ടികളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ആരായാലും ഇത് വന്ന് പാടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആക്ച്വലി വർക്ക് ആയില്ല. എനിക്കൊന്ന് ആ കോമ്പോസിഷൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ സിംഗിങ് പാറ്റേണിൻ്റെ ആയിരിക്കാം. പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ രമ്യയുടെ ടോൺ നമുക്ക് കേൾക്കാൻ പറ്റും. അത് അത്ഭുതമായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ആകെ ഫസ്റ്റ് പല്ലവിയിൽ മറ്റേ വിരഹം എന്ന് തുടങ്ങുന്ന ലോവർ രജിസ്റ്റർ ഉണ്ടല്ലോ, അവിടെ മാത്രം പല്ലവിയിൽ പോയി. പക്ഷെ എൻ്റെ പല്ലവി വന്നപ്പോൾ അത് കൃത്യമായിട്ട് പാടി കേട്ടോ. കാരണം എല്ലാം ഒട്ടുമിക്ക എല്ലാം മിഡ് ഹൈയിലൊക്കെ കിടക്കുന്ന റേഞ്ചിലാണ് ഇത് മൊത്തം കിടക്കുന്നത്. പ്രിയന് പരിഭവമോ എന്നൊക്കെ പറയുന്ന അങ്ങ് അവിടെയാണ്, ആകാശത്താണ്. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാം നന്നായിട്ട് തന്നെ പാടി. ഗംഭീരായിരുന്നു കേട്ടോ. താങ്ക്സ് സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. പാർവണ ഓ, നല്ല പെർഫോമൻസ് ആയിരുന്നു, സൂപ്പർ. താങ്ക് യു സർ. എനിക്ക് പാർവണയുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, എപ്പോഴും പാർവണ ചൂസ് ചെയ്ത് കൊണ്ടുവരുന്ന സോങ്സ് ഭയങ്കര വെർസറ്റൈൽ ആയിട്ടുള്ള പാട്ടുകളാണ്. പാർവണയുടെ പല സ്റ്റൈൽ ഓഫ് സിംഗിങ്ങും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അല്ല, എല്ലാം ഡിഫറെന്റ്. ഇപ്പൊ ഈ ടോൺ അല്ല ആജ്കി രാത്രി പാടിയത്, വെർസറ്റാലിറ്റി മച്ചിയാണ്. അതാണ്. അപ്പം ഇന്നത്തെ സോങ്ങും രമ്യ പാടിയ സോങ് രമ്യയുടെ ഫ്രണ്ടിൽ തന്നെ പെർഫോം ചെയ്ത് രമ്യയുടെ അടുത്ത് നല്ല കമന്റ് കിട്ടി. സോ അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാനിതിൽ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. വെർസാറ്റിലിറ്റി, അപ്രോച്ച്. സോങ് അപ്രോച്ച് ചെയ്ത രീതി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ്. രമ്യയുടെ ടോണിൽ ഓൾമോസ്റ്റ് അതുപോലൊക്കെ ഒന്ന് സെറ്റാക്കി മോളുടെ ഒരു രീതിയിലും പ്രസന്റ് ചെയ്തു. പിന്നെ നല്ല യു ഹാഡ് ലൈക്ക് കുറച്ചൊക്കെ മൂവ്സ് ഒക്കെ ചെയ്തു. കോറസ് നല്ലതായിരുന്നു. ബദ്രി പറയാൻ വിട്ടു. ബദ്രി അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. അതെ, അവൻ പന്ത് വരാളി മറ്റേ ഇങ്ങനെ ഞാൻ ഇരുന്ന് പാടണോ ഇന്ന് പാടണോ അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, നന്നായിട്ട് ചെയ്തു. അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. രവി ചേച്ചി പാടിയ പാട്ടാണല്ലോ, അപ്പൊ രവി ചേച്ചി തന്നെ തുടങ്ങണം. ഓക്കെ, അപ്പൊ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് സുഖിച്ചിരിക്കണു ആണേ. അപ്പൊ ഞാൻ മോൾക്ക് തരാൻ പോകുന്നത് 9.5. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. രമ്യ പാടിയ പാട്ടായതുകൊണ്ട് രമ്യ 9.5 വന്നു. ഞാനിതിൽ പാടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തും തരാം. എനിക്ക് എന്തും തരാം.
അതുകൊണ്ട് ഞാൻ തരുന്നു 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിചേട്ടാ ഞാനും ഇതിൽ വർക്ക് ചെയ്യാത്ത പാട്ടായത് കൊണ്ട് എന്റെ തീരുമാനം അതാണ് 9. താങ്ക് യു സർ. താങ്ക് യു ഹരിചേട്ടാ. 27.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നല്ല മാർക്കാണ്. കുട്ടിക്ക് ഒരു ആഗ്രഹം, ഒരു ഗ്യാപ്പ് വന്നപ്പോ എന്നോട് പറഞ്ഞതാണ്. അതിനിടയിൽ എവിടെ ഗ്യാപ്പ് വന്നു? നിലം തൊടാതെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വെറും നുണ. പച്ചക്കള്ളം. സത്യം, നിലം തൊടാതെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവള്. മാർക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് എന്താ, എനിക്ക് പറഞ്ഞത്. എന്താ സംഭവം എന്താ? ആ എനിക്ക് ഭാവന ചേച്ചിന്റെ അടുത്തുനിന്ന് രമ്യ ചേച്ചിന്റെ അടുത്തും കൂടെ ഒരു ഡാൻസ് കളിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇത് മോളുടെ ആഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേളിൽ നാരോ ഇത് ഇവിടുത്തെ കണ്ടന്റ് റൈറ്റേഴ്സിന്റെ ആഗ്രഹമാണ്. ഇതൊരു എന്ന് ഞാൻ പറഞ്ഞാൽ അദൃശ്യ ശക്തി നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഉള്ളതല്ലേ മോളെ? സത്യം പറയട്ടെ, ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ നീ ആയിട്ടുണ്ടാക്കിയ പണിയാണല്ലേ? ബാ. താങ്ക് യു. എന്റെ ആഗ്രഹം സാധിച്ചതിൽ എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ നൃത്തകൃത്യങ്ങൾ? അടിപൊളിയായിരുന്നു. അങ്ങനെ പറയാവൂ.